അടുത്ത കാലത്ത് എനിക്ക് അനുഭവം ഉണ്ടായി. അനുഭവം പറഞ്ഞാലാണ് ഈ പറയുന്ന കാര്യത്തിൻ്റെ പൊരുളറിയുള്ളൂ. ഒരു 30 വൈദികരുള്ള ഒരു സമിതിയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി. ആ സമിതിയിൽ അനൗദ്യോഗികമായ യോഗമായിരുന്നു അത്. 30 പേരും അച്ഛന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ പോലുള്ള അച്ഛന്മാർ, കത്തോലിക്ക പള്ളിയിൽ ഭരണം നടത്തുന്ന അച്ഛന്മാർ. അതിലൊരാൾ കുറേ സമയം കഴിഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, തേലക്കാട്ടച്ഛൻ നിരന്തരമായി മുസ്ലിങ്ങളുടെ മീറ്റിങ്ങുകൾ പോകുന്നു, അത്ര നല്ലതല്ല അച്ഛൻ പോകരുത്. ഞാനൊന്നും പറഞ്ഞില്ല. വേറെ അച്ഛൻ പറഞ്ഞു, അല്ല അച്ഛൻ പോകരുത്. 3 അച്ഛന്മാർ പോകരുത് എന്നോട് പറഞ്ഞു. ഞാൻ കേട്ട് അവിടെ ഇരുന്നതല്ലാതെ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ചായയും കുടിച്ച് വീണ്ടും സമ്മേളനത്തിൽ വന്നു. അപ്പോൾ സമ്മേളനം തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഈ യോഗത്തിൽ രാവിലെ നിങ്ങൾ കേട്ടത് ഓർക്കുക. 3 സഹോദര വൈദികർ എന്നോട് മുസ്ലിങ്ങളുടെ സമ്മേളനത്തിൽ പോകരുത് എന്ന് പറഞ്ഞു. എനിക്കൊരു ചോദ്യമുണ്ട്. ഏത് സഭയാണ്, എന്നാണ് ഇങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് എന്നോട് പറയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ 12 കൊല്ലക്കാലമാണ് സഭയെ ഭരിച്ചത്. ആ 12 കൊല്ലക്കാലത്തിനിടയിൽ 14 അറേബ്യൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ പോയി സന്ദർശിക്കുകയും അൽ-ഹസർ ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയിൽ പോവുകയും 2 or 3 മോസ്കുകളിൽ പേര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങേക്ക് പോകാമെങ്കിൽ എനിക്ക് പോയിക്കൂടെ? സഭയുടെ ഒരു സ്ഥലത്തും അങ്ങനെ പോകരുതെന്ന് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2-ാം വത്തിക്കാൻ സുനദോസ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മേലധികാരം എല്ലാം ചേർന്ന് ആയിരക്കണക്കിന് എല്ലാവരും ചേർന്ന് നടന്ന ആഗോള സമ്മേളനമാണ്. ആ സമ്മേളനമാണ് സഭയെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്മേളനത്തിൽ മറ്റു മതങ്ങളെക്കുറിച്ച് പ്രമാണരേഖയുണ്ട്. ആ പ്രമാണരേഖയുടെ 3-ാമത്തെ ഖണ്ഡിക തുടങ്ങുന്നത് ഒരു വാചകം കൊണ്ടാണ്. ആ വാചകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. ദ ചർച്ച് റിഗാർഡ്സ് വിത്ത് എസ്റ്റീം ദ മുസ്ലിംസ്. നമ്മോട് വായിക്കുകയാണ്. ദ ചർച്ച് റിഗാർഡ്സ് വിത്ത് എസ്റ്റീം ദ മുസ്ലിംസ്. നിങ്ങളത് വായിച്ചിട്ടില്ല എന്ന് ചോദിച്ചു. ആരും എന്നോടൊരു ഉത്തരം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു മാരകമായ ഇസ്ലാമോഫോബിയ, ഒരു ഹേറ്റ്രഡ് സഭയുടെ അകത്തും വൈദികരിലും പ്രവേശിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഞാൻ പറഞ്ഞത്. നസ്രാണികൾ ബിജെപിയുമായി എടുക്കുന്നുണ്ടോ? ബിജെപിയുമായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പതിയ തരത്തിൽ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, അധികാരം എവിടെയുണ്ടോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നസ്രാണികൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ബിജെപിയാണ് പുതിയ കാലത്ത് അധികാരത്തിൽ എന്നുള്ളതുകൊണ്ട് ശരി അതായിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നു. 2, ബിജെപി അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികൾ പടർന്ന് പരത്തുന്ന ഇസ്ലാമോഫോബിയയ്ക്ക് നസ്രാണികൾ അറിഞ്ഞോ അറിയാതെയോ അത് ആ കെണിയിലേക്ക് വീണ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടാക്കിയാണ് അത് ചെയ്യുന്നത്. ഇപ്പം ലവ് ജിഹാദ് എന്ന് പറയുന്ന തെറ്റായ പ്രകടനം ഉണ്ടാകുന്നത്. എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളത്. അത് പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് ഇതൊന്നും നോക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആളുടെ ഒരു കല്യാണം കഴിക്കുന്നത് അതിൻ്റെ ജാതി ഒന്നുമില്ല. പക്ഷേ ഇസ്ലാമിലെ ഒരാളെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ 1-2 പ്രശ്നങ്ങളെ മുൻനിർത്തി അതിനെ പർവ്വതീകരിച്ച് ഒരു വലിയ ചിത്രം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദുത്വ അജണ്ട കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് എല്ലാത്തരം ന്യൂനപക്ഷങ്ങളോടും അത് ഒരേ നിലപാടാണ് പുലർത്തിയിട്ടുള്ളതെന്നും സവർക്കറിൻ്റെ പുസ്തകത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും തന്നെയാണ് രാജ്യത്ത് നിന്ന് തുരത്തപ്പെടേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് കൊള്ളാം എന്ന് മാത്രം പറയാം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?